സുവേന്ദു അധികാരി എന്ന് പറഞ്ഞാൽ അവർക്ക് സാധ്യമായ ഏറ്റവും മികച്ചൊരു പോസ്റ്റർ ബോയാണ്. എല്ലാം നിൽക്കും. നമ്മളൊരു സിനിമാറ്റിക് ഇതിലൂടെ കണ്ടു നോക്കൂ. പക, ലോയൽറ്റിയുടെയും റിവെഞ്ചിൻ്റെയും കഥയാണിത് യഥാർത്ഥത്തിൽ. എന്താണ് സുവേന്ദു അധികാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി എന്ന് പറയുന്നത്? സുവേന്ദു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് MP ഒരാളുടെ മകനാണ്. ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ച ആളാണ്. മമതാ ബാനർജി കോൺഗ്രസുമായി വിട പറഞ്ഞ് സ്വന്തം വഴി TMC ഉണ്ടാക്കി വരുമ്പം മമതയുടെ കൂടെ പോന്ന ആദ്യ ആളുകളിൽ ഒരാളാണ് സുവേന്ദു. മമതയുടെ ഏറ്റവും പ്രിയപ്പെട്ട ലെഫ്റ്റനൻറ്റ് എന്ന് പറയാവുന്ന ഏറ്റവും അടുത്ത ആളാണ്. മമതയുടെ ലോഞ്ചിങ് പാഡ് എന്താണ്? 2007 നന്ദിഗ്രാം പ്രൊട്ടസ്റ്റ്. ആരാണ് നന്ദിഗ്രാം പ്രൊട്ടസ്റ്റിൻ്റെ ക്യൂറേറ്റർ ആരാണെന്ന് ചോദിച്ചാൽ അത് സുവേന്ദുവാണ്. സുവേന്ദുവിൻ്റെ ബ്രെയിൻ ചൈൽഡാണ്. സുവേന്ദുവിൻ്റെ കുഞ്ഞാണ് നന്ദിഗ്രാം. അതിലൂടെയാണ് TMC കത്തിപ്പടരുന്നത്. ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം അതൊരു വലിയൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റായി വികസിക്കുകയാണ്. അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു 2016 കുപ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ മലയാളിയായിട്ടുള്ള ഇങ്ങരുടെ മാത്യു സാമുവലെ കൂടി ചേർന്നുള്ള സ്റ്റിംഗ് ഓപ്പറേഷൻ നടക്കുന്നത്. അതിൽ ശാരദ ചിട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൽ സുവേന്ദു പ്രധാനപ്പെട്ട ഒരു പ്രതിസ്ഥാനത്ത് വരുന്നു. പിന്നെ കീഴ്പ്പെട്ടായിരുന്നു. പാർട്ടിയുമായിട്ട് ഒരു ഭാഗത്ത് പാർട്ടിയുമായിട്ട് അകലുന്നു, അപ്പുറത്ത് കേന്ദ്രത്തിൽ നിന്നുള്ള EDയുടെയും മറ്റും പിടുത്തം വരുന്നു. ഒടുവിൽ 2020 പാർട്ടി വിടുന്നു, TMC വിടുന്നു, BJPയിലേക്ക് പോകുന്നു. EDയുടെയും മറ്റ് അന്വേഷണമൊക്കെ ടപ്പ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നു. 2021 ഇലക്ഷനിൽ മത്സരിക്കുന്നു, വിജയിക്കുന്നു. അപ്പോൾ അതിൽ പിന്നെ ഞാൻ ഈ പോസ്റ്റർ BJPക്ക് സാധ്യമായ ഏറ്റവും പോസ്റ്റർ ബോയ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇതിനിടയിൽ നടത്തിയുള്ള നിരവധി പ്രസ്താവനകൾ നമ്മൾ അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി 2021 ഇലക്ഷന് മുന്നോടിയായിട്ടാണ് അവിടെ അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ നന്ദിഗ്രാമിൽ ഈ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിയിരുന്നു. TMCയുടെ നേതൃത്വം മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി. അന്ന് ഇദ്ദേഹം നടത്തിയൊരു പ്രസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ദാണ്ടെ ആ മെഡിക്കൽ ക്യാമ്പുകളിലേക്ക് ഒരൊറ്റ ഹിന്ദുവും പോയേക്കരുത്. അവിടെ ഹിന്ദുക്കളുടെ ജനനം നിയന്ത്രിക്കുവാൻ പാകത്തുള്ള മരുന്നുകളും ഇഞ്ചക്ഷനുമാണ് കൊടുക്കുന്നത്. അത് ഹിന്ദുക്കളുടെ എണ്ണം കുറച്ച് മുസ്ലിങ്ങളുടെ എണ്ണം കൂട്ടുവാനുള്ള TMCയുടെ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഇതേ സംഗതി ഇവിടെ പറഞ്ഞ ഓർമ്മയുണ്ടോ? VC ജോർജ് തുള്ളി മരുന്ന് കൊടുത്ത് ഹിന്ദുക്കളുടെ എണ്ണം കുറയ്ക്കുകയാണെന്ന്. അതേപോലെ ഈ മെഡിക്കൽ ക്യാമ്പുകളിലേക്ക് പോരുത്, ഹിന്ദുക്കളുടെ എണ്ണം കുറയ്ക്കാനുള്ള അവരുടെ ബർത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണെന്ന് പറഞ്ഞ മനുഷ്യനാണ്. പിന്നെ അദ്ദേഹം നിയമസഭയിലെത്തിയതിന് ശേഷം റീസെൻ്റായിട്ടാണ് ആ പ്രസ്താവന നടത്തുന്നത്. ഈ അസംബ്ലിയിലെ മുഴുവൻ മുസ്ലിം MLAമാരെ ഞാൻ ഇടിച്ച് പുറത്താക്കുമെന്നേക്ക് പറഞ്ഞിട്ടുണ്ട്. ഇടിച്ച് പുറത്താക്കും എന്ന് പ്രഖ്യാപിച്ച ആളാണ്. ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ 2021 ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങേർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. സാധാരണ BJP നേതാക്കന്മാരുടെ ഹേറ്റ് സ്പീച്ചിന് ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയക്കാറില്ല. എന്താ സംഭവം? ഇത് ബീഗം പാർട്ടിയാണിത്. ബീഗം പാർട്ടിയാണ്. അവരുടെ ലക്ഷ്യം മിനി പാകിസ്ഥാനാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു PC ജോർജ് പ്രോ വേർഷനാണ് ഈ പറയുന്ന ആ 2020 ശേഷമുള്ള സുവേന്ദു അധികാരി എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിലാണ് സികേഷ് പറഞ്ഞ ഇത് വരുന്നത്. പോളിങ്ങിന് ശേഷമാണ് പറയുന്നത്, എനിക്ക് മുസ്ലിങ്ങൾ ആരും വോട്ട് ചെയ്തിട്ടില്ല, ഞാൻ അതുകൊണ്ട് ഹിന്ദുക്കൾക്കേ സേവ ചെയ്യുകയുള്ളൂ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു MLA ഒരാൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ശരിക്കും അത് എന്താണ്, ഈ സത്യപ്രതിജ്ഞാ ലംഘനമാണ്, ഡിഫേമേറ്ററിയാണ്. ഒരുപാട് ക്രിമിനൽ വകുപ്പുകൾ അട്രാക്റ്റ് ചെയ്യാൻ മാത്രം പാകത്തുള്ള വിദ്വേഷ പ്രസ്താവനയാണ്. പക്ഷേ ഈ നിലക്കുള്ള ഒരു റാബിൾ റൗസർ എന്നുള്ള നിലക്കാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, വിദ്വേഷ പ്രസ്താവനകൾ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ BJPയിലെത്തിയ ശേഷം സ്വിച്ചിട്ടതുപോലെ എങ്ങനെ BJPക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ സെഗ്മെൻറ്റിൽ ഹിന്ദുത്വ ബ്രിഗേഡിനകത്ത് വലിയ സ്വീകാര്യതയുണ്ട്. ആജാദി ഡയലോഗുകൾ അടിക്കുന്നത് ദ സെയിം പാറ്റേൺ. ഹിമന്ത ബിശ്വ ശർമ്മ എന്താണ് അസംബിൾ ചെയ്യുന്നത് അത് തന്നെയാണ് സുവേന്ദു അധികാരിയും ഇതുവരെ പ്രഭാഷണങ്ങളിലൂടെ ചെയ്തത്. ഇനിയിപ്പോൾ അധികാരത്തിലേക്ക് എത്തുകയാണ്, അതേ പാറ്റേൺ ആവർത്തിക്കും. കാരണം ഇതിൽ നമ്മൾ കാണേണ്ട കാര്യം, BJPയുടെ ആഹ്ലാദ പ്രകടനങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത ഒരു വസ്തു എന്താണെന്നറിയോ? ബുൾഡോസറാണ്. എല്ലാ ആഹ്ലാദ പ്രകടനങ്ങളും ബുൾഡോസറുണ്ട്. അപ്പോൾ എന്താണ് അവിടെ നടക്കാൻ പോകുന്ന രാഷ്ട്രീയം എന്നതിൻ്റെ സൂചനയാണ്. ആ ബുൾഡോസർ വെറുതെ ഓടിച്ചു പോവുക മാത്രമല്ല ചെയ്തത്, പലയിടത്തും TMC ഓഫീസുകൾ മാന്തിപ്പൊളിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ മാന്തിപ്പൊളിച്ചിട്ടുണ്ട്. ഒരു വലിയ ആശങ്കാജനകമായിട്ടുള്ള രാഷ്ട്രീയ അവസ്ഥയിലേക്കാണ് ബംഗാൾ കടക്കുന്നത്. എന്ന് മാത്രമല്ല, അപ്പുറത്ത് TMC വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ 88 സീറ്റുകളുമായിട്ട് നിൽക്കുന്ന ഇപ്പോഴും പവർഫുള്ളായിട്ടുള്ള നല്ല സ്ട്രീറ്റ് പവറുള്ള ഒരു പാർട്ടിയാണ്. അവിടുത്തെ ജനസംഖ്യാഘടനയും വളരെ പ്രധാനമാണ്.
അതുകൊണ്ട് ബംഗാളിൻ്റെ ഭാവി എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. യെസ് നിഷായ്, 2014 ഉപതെരഞ്ഞെടുപ്പിലാണ്